ഹായ്, ബൊനാൻസ ഇംഗ്ലീഷ് അക്കാദമിയുടെ ഇനി നിങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കൊരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇംഗ്ലീഷിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ്. അത് നിങ്ങൾ സംസാരിച്ച് തന്നെ ശീലം വരുത്തുക. മാനുഷിക പരിഗണനയ്ക്കാണ് ലെറ്റ് ഉപയോഗിക്കുക. ലെറ്റ് മീ ഗോ, ഞാൻ പോയിക്കോട്ടെയോ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മറുപടി കൊടുക്കാം? യെസ്, ലെറ്റ്സ് ഗോ, പോകാം, നമുക്ക് പോകാം, നിങ്ങൾക്ക് പോകാം. അതിനൊക്കെ ലെറ്റ്സ് ഗോ എന്ന് ഉപയോഗിച്ചാൽ മതി. ലെറ്റ് മീ ഗോ, ഞാൻ പോയിക്കോട്ടെയോ. യെസ്, ഓക്കെ, ലെറ്റ്സ് ഗോ, നിങ്ങൾക്ക് പോകാം. ഇനി എന്നെ സംസാരിക്കാൻ അനുവദിക്കുമെന്ന് എങ്ങനെ പറയാം? ലെറ്റ് മീ സ്പീക്ക്, എന്നെ സംസാരിക്കുവാൻ അനുവദിക്കൂ. ലെറ്റ്സ് സ്പീക്ക്, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ഹാവ് സംതിങ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ലെറ്റ്സ് ഡ്രിങ്ക് ജ്യൂസ്, നമുക്ക് ജ്യൂസ് കഴിക്കാം. ലെറ്റ്സ് ഈറ്റ് ഐസ്ക്രീം, നമുക്ക് ഐസ്ക്രീം കഴിക്കാം. ലെറ്റ്സ് മൂവ് ഫാസ്റ്റ്, നമുക്ക് വേഗത്തിൽ നടക്കാം. ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ടോക്ക്, നമ്മുടെ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ടോക്ക്, നമ്മുടെ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ലെറ്റ് മീ തിങ്ക് ഇറ്റ് ഓവർ, ഞാനൊന്ന് ആലോചിക്കട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മളിത്ര ഒരാൾ പറയുന്നൊരു കാര്യം പറഞ്ഞാൽ നമ്മളെന്ത് പറയും? ഞാനൊന്ന് ആലോചിക്കട്ടെ. ലെറ്റ് മീ തിങ്ക് ഇറ്റ് ഓവർ, ഞാനൊന്ന് ആലോചിക്കട്ടെ. വരുന്നിടത്ത് വെച്ച് കാണാം, അതിന് നമുക്ക് ലെറ്റ് കം വാട്ട് മേ ഉപയോഗിക്കാം. അപ്പോൾ ലെറ്റ് മീ ഗോ, എന്നെ പോകാൻ അനുവദിക്കൂ. ലെറ്റ്സ് ഗോ, പോകാം, നിങ്ങൾക്ക് പോകാം, നമുക്ക് പോകാം. അതൊക്കെ നമുക്ക് ലെറ്റ്സ് ഗോ എന്ന് ഉപയോഗിക്കാം. ലെറ്റ് മീ സ്പീക്ക്, എന്നെ സംസാരിക്കാൻ അനുവദിക്കൂ. ലെറ്റ്സ് സ്പീക്ക്, സംസാരിക്കാം. ലെറ്റ്സ് ഹാവ് സംതിങ്, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ടോക്ക്, നമ്മുടെ സംസാരം നിർത്താം. ലെറ്റ് മീ തിങ്ക് ഇറ്റ് ഓവർ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ലെറ്റ് കം വാട്ട് മേ, വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ ലെറ്റ് വെച്ച് നമുക്ക് ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാക്കാം. ഇപ്പോൾ നമുക്കൊന്ന് മൂത്രം ഒഴിക്കാൻ പോകണമെങ്കിൽ ലെറ്റ് മീ പീ, ലെറ്റ് മീ പിസ്, ലെറ്റ് മീ പിഡിൽ, ലെറ്റ് മീ പേ ഏക്കാൾ എന്നൊക്കെ ഉപയോഗിക്കാം. മേ, നമ്മൾ അനുവാദം ചോദിക്കാൻ ഉപയോഗിക്കും. മേ ഐ ഗോ, ഞാൻ പോയിക്കോട്ടെയോ. എന്ത് മറുപടി കൊടുക്കും? യെസ് യു മേ ഗോ, നിനക്ക് വേണമെങ്കിൽ പോകാം. മേ ഐ ഗോ? യെസ് യു മേ ഗോ. മേ ഐ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കണോ? ബാങ്കിലൊക്കെ പോയാൽ കാണാം മേ ഐ ഹെൽപ്പ് യു, ക്യാൻ ഐ ഹെൽപ്പ് യു, ഷാൾ ഐ ഹെൽപ്പ് യു. മേ ഐ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ സഹായിക്കണോ? യെസ് യു മേ. യെസ് പ്ലീസ് എന്ന് നമുക്ക് കൊടുക്കാം. മേ ഐ ഹെൽപ്പ് യു? യെസ് പ്ലീസ്, യെസ് യു മേ എന്ന് നമുക്ക് മറുപടി കൊടുക്കാം. മേ ഐ യൂസ് യുവർ പെൻ? മേ ഐ യൂസ് യുവർ കാർ? മേ ഐ യൂസ് യുവർ ബൈസിക്കിൾ? മേ ഐ യൂസ് യുവർ ബൈക്ക്? അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചോട്ടെയോ. മേ ഐ യൂസ് യുവർ പെൻ? ഞാൻ നിൻ്റെ പേന് ഉപയോഗിച്ചോട്ടെയോ. മേ ഐ യൂസ് യുവർ കാർ? ഞാൻ നിൻ്റെ കാർ ഉപയോഗിച്ചോട്ടെയോ. മേ ഐ യൂസ് യുവർ ഫോൺ? ഞാൻ നിൻ്റെ ഫോണൊന്ന് ഉപയോഗിച്ചോട്ടെയോ. ഇതിനൊക്കെ മറുപടി യെസ് യു മേ. ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം? ഭക്ഷണം കഴിച്ചോ എന്നല്ല കേട്ടാ, നിൻ്റെ കയ്യിലുണ്ടോ. അതിന് ഡു യു ഹാവ് എന്നാണ് ചോദിക്കുക. ബാക്കി നമുക്കിവിടെ ചേർത്താൽ മതി. ഡു യു ഹാവ് കാർ? നിനക്ക് കാറുണ്ടോ. നിനക്ക് ബൈക്ക് ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം? ഡു യു ഹാവ് ബൈക്ക്? നിനക്ക് ബൈക്കുണ്ടോ. നിനക്ക് മകനുണ്ടോ? ഡു യു ഹാവ് സൺ? ഡു യു ഹാവ് ഡോട്ടർ? നിനക്ക് മകളുണ്ടോ. അങ്ങനെ നമുക്ക് ഡു യു ഹാവ് വെച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. നിൻ്റെ കയ്യിലുണ്ടോ നേരിട്ട് ചോദിക്കാൻ ഡു യു ഹാവ്. ഉണ്ടെങ്കിൽ യെസ് ഐ ഹാവ്, ഉണ്ട്. യെസ് ഐ ഹാവ് കാർ. യെസ് ഐ ഹാവ് ബസ്. ഐ ഹാവ് ഇനഫ് മണി. ഐ ഹാവ് ഇനഫ് ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഡു യു ഹാവ് എനി ഐഡിയ? നിനക്ക് എന്തെങ്കിലും ആശയമുണ്ടോ, ഐഡിയ ഉണ്ടോ? ഡു യു ഹാവ് എനി ഐഡിയ? ഇല്ല. നോ
ഐ ഹാവ് നോട്ട്. ഹാവ് നോട്ടിൻ്റെ ഷോർട്ടാണ് ഹാവിൻറ്റ്. നോ ഐ ഹാവിൻറ്റ്. നോ ഐ ഹാവൻറ്റ് എനി ഐഡിയ. എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല. ഈ എനി ഐഡിയ നമുക്ക് ചേർക്കണ്ട, സിമ്പിളാക്കി കൊടുത്താലും മതി. നോ ഐ ഹാവിൻറ്റ്. ഇനി ഡസ് ഹി ഹാവ്, അവൻ ഇവളൊക്കെ വരുമ്പോൾ ഡസ് ചേർത്താൽ മതി. ഡസ് ഹി ഹാവ് ഇനഫ് മണി, അവൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടോ. അപ്പോൾ സിംഗുലർ വന്ന് ഹി, ഷീ, ഇറ്റ്, ദാറ്റ് പേരുകളൊക്കെ വന്നാൽ ഡസ് ചേർത്താൽ മതി. ഡസ് ഹി ഹാവ് ഇനഫ് മണി, അവൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടോ. യെസ് ഹി ഹാസ്, ഉണ്ട്, അവൻ്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. യെസ് ഹി ഹാസ്, അവൻ്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്. ഇല്ലെങ്കിലോ നോ ഹി ഹാസിൻറ്റ്. ഹാസ് നോട്ടിൻ്റെ ഷോർട്ടാണ് ഹാസിൻറ്റ്. നോ ഹി ഹാസിൻറ്റ്, അവൻ്റെ പൈസ ഇല്ല. ഡസ് ഹി ഹാവ് ഇനഫ് മണി, അവൻ്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ടോ. യെസ് ഹി ഹാസ്, ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നോ ഹി ഹാസിൻറ്റ്. ഡസ് ഷീ ഹാവ് ഫ്രണ്ട്സ്, അവൾക്ക് കൂട്ടുകാരുണ്ടോ. യെസ് ഷീ ഹാസ്. യെസ് ഷീ ഹാസ്. ഇല്ലെങ്കിലോ നോ ഷീ ഹാസിൻറ്റ്. ഡു യു ഹാവ് കാർ, നിനക്ക് കാറുണ്ടോ. യെസ് ഐ ഹാവ്. ഇല്ലെങ്കിൽ നോ ഐ ഹാവിൻറ്റ്. ഡു യു ഹാവ് എനി ഐഡിയ, നിനക്ക് എന്തെങ്കിലും ആശയമുണ്ടോ. യെസ് ഐ ഹാവ്. ഇല്ലെങ്കിൽ നോ ഐ ഹാവിൻറ്റ്. ഡസ് ഹി ഹാവ് ഇനഫ് മണി, അവൻ്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ടോ. യെസ് ഹി ഹാസ്. ഇല്ലെങ്കിലോ നോ ഹി ഹാസിൻറ്റ്. ഡസ് ഷീ ഹാവ് ഫ്രണ്ട്സ്, അവൾക്ക് കൂട്ടുകാരുണ്ടോ. യെസ് ഷീ ഹാസ്. ഇല്ലെങ്കിലോ നോ ഷീ ഹാസിൻറ്റ്. ഡു ഹാവ്, ഡസ് ഹാവ് ഉണ്ടോ എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ ഡിഡ് യു ഹാവ് ആണ് ഉപയോഗിക്കുക നേരിട്ട്. ഡിഡ് യു ഹാവ് ഫോൺ, നിൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നോ. നേരത്തെ ഉണ്ടായിരുന്നോ, അതിനാണ് ഡിഡ് യു ഹാവ് ഉപയോഗിക്കുന്നത്. ഡിഡ് യു ഹാവ് ഫോൺ, നിൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നോ. ഉണ്ടെങ്കിൽ എന്ത് പറയും. യെസ് ഐ ഹാഡ്, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. യെസ് ഐ ഹാഡ്. ഇല്ലെങ്കിലോ നോ ഐ ഹാഡിൻറ്റ്. ഹാഡ് നോട്ട് ഷോർട്ടാണ് ഹാഡിൻറ്റ്. ഡിഡ് യു ഹാവ് ഫോൺ, എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നോ. യെസ് ഐ ഹാഡ്, എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. നോ ഐ ഹാഡിൻറ്റ്, ഇല്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഡിഡ് യുവർ ഫാദർ ഹാവ് എ ഡോഗ്, നിൻ്റെ പിതാവിന് ഒരു നായ ഉണ്ടായിരുന്നോ. ഡിഡ് യുവർ ഫാദർ ഹാവ് എ ഡോഗ്, നിൻ്റെ പിതാവിന് ഒരു നായ ഉണ്ടായിരുന്നോ. യെസ് മൈ ഫാദർ ഹാഡ് എ ഡോഗ്, എൻ്റെ അച്ഛന് അല്ലെങ്കിൽ പിതാവിന് ഒരു നായ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിലോ നോ മൈ ഫാദർ ഹാഡിൻറ്റ് എ ഡോഗ്, എൻ്റെ പിതാവിനൊരു നായ ഉണ്ടായിരുന്നില്ല. ഡിഡ് ഷീ ഹാവ് ലോങ് ഹെയർ, അവൾക്ക് നീട്ടമുള്ള മുടി ഉണ്ടായിരുന്നോ. യെസ് ഷീ ഹാഡ്, അവൾക്കുണ്ടായിരുന്നു. ഇല്ലെങ്കിലോ നോ ഷീ ഹാഡിൻറ്റ്, അവൾക്ക് ഉണ്ടായിരുന്നില്ല. ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്. ഡിഡ് ഹാവ് വെച്ച് ചോദിക്കുമ്പോൾ, അതായത് നിങ്ങളുടെ കയ്യിൽ ആരുടെ കയ്യിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ ഡിഡ് ഹാവ് വെച്ച് ഉപയോഗിച്ചാൽ മതി. ഉത്തരം ഹാഡ് വെച്ച് ചേർക്കണം. ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഹാഡ് നോട്ട് വെച്ച് പറഞ്ഞാൽ മതി. ഡിഡ് യു ഹാവ് ഫോൺ, നിൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നോ. യെസ് ഐ ഹാഡ്, എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. നോ ഐ ഹാഡിൻറ്റ്, ഇല്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഡിഡ് യുവർ ഫാദർ ഹാവ് എ ഡോഗ്, നിൻ്റെ പിതാവിനൊരു നായ ഉണ്ടായിരുന്നോ. യെസ് മൈ ഫാദർ ഹാഡ് എ ഡോഗ്, എൻ്റെ പിതാവിനൊരു നായ ഉണ്ടായിരുന്നു. ഡിഡ് ഷീ ഹാവ് ലോങ് ഹെയർ, അവൾക്ക് നീട്ടമുള്ള മുടി ഉണ്ടായിരുന്നോ. യെസ് ഷീ ഹാഡ് ലോങ് ഹെയർ, ഇല്ലെങ്കിൽ നോ ഷീ ഹാഡിൻറ്റ് ലോങ് ഹെയർ. അപ്പോൾ ലോങ് ഹെയർ വേണ്ട. നോ ഷീ ഹാഡിൻറ്റ്, യെസ് ഷീ ഹാഡ് മതി. കഴിയുമോ സാധിക്കുമോ, അതിന് നമ്മൾ ക്യാനാണ് ഉപയോഗിക്കുക. നിനക്ക് കഴിയുമോ, നിനക്ക് സാധിക്കുമോ, പറ്റുമോ. ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്, നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ സാധിക്കുമോ. ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്. യെസ്
ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. യെസ് ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഇല്ലെങ്കിലോ നോ ഐ കോണ്ട്. ഇല്ല എനിക്ക് കഴിയില്ല. പിന്നെ വേണമെങ്കിൽ സ്പീക്ക് ഇംഗ്ലീഷ് ചേർക്കാം, വേണമെങ്കിൽ മാത്രം. ശരിക്കും നമ്മൾ നോ ഐ കോണ്ട് മതി, ഇത്രത്തോളം മതി. നോ ഐ കോണ്ട്. ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്? യെസ് ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. നോ ഐ കോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ക്യാൻ യു ഹെൽപ്പ് മീ, ക്യാൻ യു ഫ്ലൈ, ക്യാൻ യു പ്ലേ ഫുട്ബോൾ, ക്യാൻ യു റൺ, ക്യാൻ യു ലിഫ്റ്റ് ദിസ് ബോക്സ്, ക്യാൻ യു ഫൈൻഡ് ഹിം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചേർത്ത് പോകാം, കഴിയുമോ സാധിക്കുമോ എന്നുള്ളതിന്. ക്യാൻ യു ഹെൽപ്പ് മീ, നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? ക്യാൻ യു ഫ്ലൈ ഓൾ ഓവർ ദ വേൾഡ്, ലോകം മുഴുവൻ നിനക്ക് പറക്കാൻ കഴിയുമോ? യെസ് ഐ ക്യാൻ, കഴിയും എനിക്ക് കഴിയും. യെസ് ഐ ക്യാൻ. ക്യാൻ ഷീ സിങ് സോങ്, ക്യാൻ ഷീ സിങ് സോങ്, അവൾക്ക് പാടാൻ കഴിയുമോ? യെസ് ഷീ ക്യാൻ, അവൾക്ക് പാടാൻ കഴിയും. ക്യാൻ ഷീ സിങ് സോങ്, അവൾക്ക് പാടാൻ കഴിയുമോ? യെസ് ഷീ ക്യാൻ, അവൾക്ക് പാടാൻ കഴിയും. ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്? യെസ് ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. നോ ഐ കോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. കഴിയുമോ? കഴിയും കഴിയില്ല. ക്യാൻ യു ഹെൽപ്പ് മീ, നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ പറ്റുമോ? യെസ് ഐ ക്യാൻ. ക്യാൻ ഷീ സിങ് സോങ്, അവൾക്ക് പാടാൻ കഴിയുമോ? യെസ് ഷീ ക്യാൻ, അവൾക്ക് പാടാൻ കഴിയും. അപ്പോൾ ക്യാൻ നമുക്ക് എല്ലാവരുടെ കൂടെയും ഉപയോഗിക്കാം. കഴിയുമോ, സാധിക്കുമോ, പറ്റുമോ, അതിനാണ് ക്യാൻ ഉപയോഗിക്കുന്നത്. ക്യാൻ്റെ കഴിഞ്ഞ രൂപമാണ് കുഡ്. കുഡിൻ്റെ അർത്ഥം കഴിഞ്ഞോ, സാധിച്ചു, പറ്റി. ഇവിടെ ചോദ്യം വരുമ്പോൾ കുഡ് ആദ്യം വന്നു, കഴിഞ്ഞുവോ. അപ്പോൾ കുഡ് യു ഫിനിഷ് ദാറ്റ് വർക്ക്, നിനക്ക് ആ പണി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞുവോ? യെസ് ഐ കുഡ് ഫിനിഷ് ദാറ്റ് വർക്ക്, എനിക്ക് ആ പണി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു. യെസ് ഐ കുഡ് ഫിനിഷ് ദാറ്റ് വർക്ക്, എനിക്ക് ആ പണി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു. നോ ഐ കുഡിൻറ്റ് ഫിനിഷ് ദാറ്റ് വർക്ക്, എനിക്ക് ആ പണി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. നോ ഐ കുഡിൻറ്റ് ഫിനിഷ് ദാറ്റ് വർക്ക്, എനിക്ക് ആ പണി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. കുഡ് ഹീ മീറ്റ് ഹെർ, അവന് അവളെ കണ്ടുമുട്ടുവാൻ കഴിഞ്ഞുവോ? കുഡ് ഹീ മീറ്റ് ഹെർ, കുഡ് ഹീ മീറ്റ് ഹെർ, അവന് അവളെ കണ്ടുമുട്ടാൻ കഴിഞ്ഞുവോ? കഴിഞ്ഞാൽ എന്തു പറയും? യെസ് ഹീ കുഡ് മീറ്റ് ഹെർ, അവന് അവളെ കണ്ടുമുട്ടാൻ കഴിഞ്ഞു. യെസ് ഹീ കുഡ് മീറ്റ് ഹെർ. ഇല്ലെങ്കിലോ നോ ഹീ കുഡിൻറ്റ് മീറ്റ് ഹെർ, അവന് കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല. കുഡ് ഷീ ഡെബ്യൂ ദെയർ, ഡെബ്യൂ എന്ന് വായിക്കുക കേട്ടോ, DEBUT. കുഡ് ഷീ ഡെബ്യൂ ദെയർ, അവൾക്കവിടെ അരങ്ങേറ്റം കുറിക്കുവാൻ കഴിഞ്ഞുവോ? നാന്ദ്യം കുറിക്കുക, ഒരു പരിപാടി ആദ്യമായി തുടങ്ങുക. കുഡ് ഷീ ഡെബ്യൂ ദെയർ, അവൾക്കവിടെ നാന്ദ്യം കുറിക്കാൻ കഴിഞ്ഞുവോ? യെസ് ഷീ കുഡ് ഡെബ്യൂ ദെയർ, അവൾക്കവിടെ അരങ്ങേറ്റം കുറിക്കാൻ കഴിഞ്ഞു. കുഡ് യു ഫിനിഷ് ദാറ്റ് വർക്ക്, നിനക്ക് ആ പണി തീർക്കാൻ കഴിഞ്ഞുവോ? യെസ് ഐ കുഡ് ഫിനിഷ് ദാറ്റ് വർക്ക്, എനിക്ക് ആ പണി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു. നോ ഐ കുഡിൻറ്റ് ഫിനിഷ് ദാറ്റ് വർക്ക്, എനിക്ക് ആ പണി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. കുഡ് ഹി മീറ്റ് ഹെർ, അവനവളെ കണ്ടുമുട്ടാൻ കഴിഞ്ഞുവോ? യെസ് ഹീ കുഡ് മീറ്റ് ഹെർ, അവനവളെ കണ്ടുമുട്ടാൻ കഴിഞ്ഞു. ഇല്ലെങ്കിലോ നോ ഹീ കുഡിൻറ്റ് മീറ്റ് ഹെർ. കുഡ് ഷീ ഡെബ്യൂ ദർ, അവൾക്കവിടെ അരങ്ങേറ്റം കുറിക്കാൻ കഴിഞ്ഞുവോ? യെസ് ഷീ കുഡ് ഡെബ്യൂ ദർ, അവൾക്കവിടെ അരങ്ങേറ്റം കുറിക്കാൻ കഴിഞ്ഞു. ഇല്ലെങ്കിലോ നോ ഷീ കുഡിൻറ്റ് ഡെബ്യൂ ദർ, അവൾക്കവിടെ അരങ്ങേറ്റം കുറിക്കാൻ കഴിഞ്ഞില്ല. കുഡ് നമ്മൾ കഴിഞ്ഞു എന്ന് പറഞ്ഞു അല്ലേ? ഈ കുഡ് തന്നെ നമുക്ക് താഴ്മയായിട്ട് ഉപയോഗിക്കാം, വളരെ താഴ്മയായിട്ട്. എങ്ങനെ? കുഡ് യു ടെൽ മീ ദ വേ ടു തൃശ്ശൂർ? കുഡ് യു ടെൽ മീ അല്ലെങ്കിൽ വുഡ് യു ടെൽ മീ?
കുഡും വുഡും നമുക്ക് താഴ്മയായിട്ടാണ് ഉപയോഗിക്കുക. കുഡ് യു പ്ലീസ് എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമുക്കൊന്ന് വഴി ചോദിക്കേണ്ടി വരും അല്ലേ, എവിടെ പോയാലും. അതെങ്ങനെ ഇംഗ്ലീഷിൽ വഴി ചോദിക്കാം? എക്സ്ക്യൂസ് മീ ആദ്യം ചേർക്കണം. എക്സ്ക്യൂസ് മീ, കുഡ് യു ടെൽ മീ ദ വേ ടു തൃശ്ശൂർ? തൃശ്ശൂരിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരാമോ? കുഡ് യു ടെൽ മീ ദ വേ ടു തൃശ്ശൂർ? തൃശ്ശൂരിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരാമോ? ഇത് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കാം. ടു ദ റെയിൽവേ സ്റ്റേഷൻ. അമ്പലത്തിലാണെങ്കിൽ ടു ടെമ്പിൾ, ക്രിസ്ത്യൻ പള്ളിയാണെങ്കിൽ ടു ചർച്ച്, മുസ്ലിം പള്ളിയാണെങ്കിൽ ടു മോസ്ക്. ഇത് ചേർക്കാൻ പാടില്ല. ഇനി വില്ലേജ് ഓഫീസാണെങ്കിൽ ദ വില്ലേജ് ഓഫീസ്, ദി പഞ്ചായത്ത് ഓഫീസ്, ദി ഇലക്ട്രിസിറ്റി ഓഫീസ്, അങ്ങനെ നമുക്ക് ചേർക്കാം. അപ്പോൾ എങ്ങനെ വഴി ചോദിക്കാം? എക്സ്ക്യൂസ് മീ, കുഡ് യു ടെൽ മീ ദ വേ ടു, ബാക്കി നമുക്ക് ചേർത്താൽ മതി. എന്തു പറഞ്ഞു? ഗോ അഹെഡ്, നേരെ പൊക്കോ, അല്ലെങ്കിൽ ഗോ സ്ട്രെയിറ്റ്. കുഡ് ഐ സ്പീക്ക് ടു ദ മാനേജർ? എനിക്ക് മാനേജരോടൊന്ന് സംസാരിക്കാൻ കഴിയുമോ? ക്യാൻ ഉപയോഗിക്കാൻ പാടില്ല, ഒരു ധിക്കാരം പോലെയാവും. അപ്പോൾ കുഡാണ് ഏറ്റവും നല്ലത്. കുഡ് ഐ സ്പീക്ക് ടു ദ മാനേജർ? എനിക്ക് മാനേജരോടൊന്ന് സംസാരിക്കാൻ കഴിയുമോ? കുഡ് ഐ സ്പീക്ക് ടു ദ ഡിസ്ട്രിക്ട് കളക്ടർ? എനിക്ക് കളക്ടറോടൊന്ന് സംസാരിക്കാൻ കഴിയുമോ? കുഡ് ഐ സ്പീക്ക് ടു ദ പോലീസ് ഓഫീസർ? എനിക്ക് പോലീസ് ഓഫീസറോടൊന്ന് സംസാരിക്കാൻ കഴിയുമോ? ഇപ്പോൾ സ്കൂളിൽ പോയി പ്രിൻസിപ്പാളോട് സംസാരിക്കണം. കുഡ് ഐ സ്പീക്ക് ദ പ്രിൻസിപ്പാൾ? അപ്പോൾ എന്ത് പറയും? കേട്ട ആൾ യെസ് പ്ലീസ്, കടന്നു വരൂ, ചെല്ലു എന്നൊക്കെ പറയില്ല നമ്മൾ. യെസ് പ്ലീസ്, ഓഫ് കോഴ്സ്, സർട്ടൻലി, എക്സൈറ്റ്ലി ഒക്കെ ഉപയോഗിക്കാം. ഈ കുഡിൻ്റെ മറ്റൊരു രൂപമാണ് വുഡ് യു പ്ലീസ്. വുഡ് യു പ്ലീസ് മൂവ് എ ബിറ്റ്? ദയവായി ഒരൽപ്പം നീങ്ങിയിരിക്കാമോ? വുഡ് യു പ്ലീസ് മൂവ് എ ബിറ്റ്? ഒരൽപ്പം നീങ്ങിയിരിക്കാമോ? യെസ് പ്ലീസ്, നീങ്ങിയിരിക്കാമല്ലോ, യെസ് പ്ലീസ്. വുഡ് യു പ്ലീസ് പോസ്റ്റ് ദിസ് ലെറ്റർ? ഈ കത്ത് ഒന്ന് പോസ്റ്റ് ചെയ്യാമോ? വുഡ് യു പ്ലീസ് പോസ്റ്റ് ദിസ് ലെറ്റർ? ഈ കത്തൊന്ന് പോസ്റ്റ് ചെയ്യാമോ? യെസ് പ്ലീസ്. അപ്പോൾ കുഡും വുഡും നമുക്ക് താഴ്മയായിട്ടും ഉപയോഗിക്കാം. കുഡ് യു ടെൽ മീ ദ വേ ടു തൃശ്ശൂർ? തൃശ്ശൂരിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരാമോ? ഗോ അഹെഡ്, അല്ലെങ്കിൽ ഗോ സ്ട്രെയിറ്റ്, നേരെ പൊക്കോ. ഇനി നേരെ പോയിട്ട് ഇടത്തോട്ട് തിരിയണമെങ്കിൽ ഗോ സ്ട്രെയിറ്റ് ആൻഡ് ടേൺ ലെഫ്റ്റ്. നേരെ പോയിട്ട് വലത്തോട്ട് തിരിയണമെങ്കിലോ ഗോ സ്ട്രെയിറ്റ് ആൻഡ് ടേൺ റൈറ്റ്. കുഡ് ഐ സ്പീക്ക് ടു ദി മാനേജർ? മാനേജറോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? യെസ് പ്ലീസ്, തീർച്ചയായിട്ടും. വുഡ് യു പ്ലീസ് മൂവ് എ ബിറ്റ്? ദയവായിട്ടൊരൽപ്പം നീങ്ങിയിരിക്കാമോ? യെസ് പ്ലീസ്, തീർച്ചയായിട്ടും നീങ്ങിയിരിക്കാം അല്ലേ. വുഡ് യു പ്ലീസ് പോസ്റ്റ് ദിസ് ലെറ്റർ? ഈ കത്തൊന്ന് പോസ്റ്റ് ചെയ്യുമോ? യെസ് പ്ലീസ്, പോസ്റ്റ് ചെയ്യാം. വില്ലും ഷാളും ഭാവിയിലെ ഒരു ഉറപ്പിനെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പം എവിടെ വില്ല് വരും, എവിടെ ഷാള് വരും നോക്കണം. ഐയുടെയും ബിയുടെ കൂടെ ഷാള്, മറ്റുള്ളവരുടെ കൂടെ വില്ല് ഉപയോഗിക്കാം. തിരിച്ചാണെങ്കിൽ അത് നല്ല ഉറപ്പിനെ കാണിക്കാം. മുൻ ക്ലാസ്സുകളിലൊക്കെ തന്നതാണ്. ഷാൾ ഐ കം ടുമാറോ? ഞാൻ നാളെ വരണോ? നമ്മൾ ചോദിക്കില്ല, ഞാൻ നാളെ വരണോ സാറേ? ഷാൾ ഐ കം ടുമാറോ? ഞാൻ നാളെ വരണോ? യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ് തീർന്നു. വിൽ യു ഗോ ടുഡേ? നീ ഇന്ന് പോകുമോ? വിൽ യു ഗോ ടുഡേ? നീ ഇന്ന് പോകുമോ? യെസ് ഐ ഷാൾ ഗോ ടുഡേ, ഞാനിന്ന് പോകും. നോ ഐ ഷാൻഡ് ഗോ ടുഡേ, ഞാനിന്ന് പോകില്ല. വിൽ യു ഗോ ടുഡേ? യെസ് ഐ ഷാൾ ഗോ ടുഡേ, ഞാനിന്ന് പോകും. ഇല്ലെങ്കിൽ നോ ഐ ഷാൻഡ്, ഷാൾ നോട്ട്, ഐ ഷാൻഡ് ഗോ ടുഡേ, ഞാനിന്ന് പോകില്ല. ഐ ഷാൽ ഗിവ് യു ദാറ്റ്? ഞാൻ നിനക്കത് തരാട്ടാ. ഐ ഷാൽ ഗിവ് യു ദാറ്റ്, ഞാൻ നിനക്കത് തരാം. ഹി വിൽ ഡു ദാറ്റ്? അവനത് ചെയ്യും. ഹി വിൽ ഡു ദാറ്റ്, അവനത് ചെയ്യും. ഹി വോണ്ട് ഡു ദാറ്റ്? അവനത് ചെയ്യില്ല. ഹി വോണ്ട് ഡു ദാറ്റ്, അവനത് ചെയ്യില്ല. ഷീ വിൽ സേ സോ? അവളങ്ങനെ പറയും. അവളങ്ങനെ പറയും. ഇല്ലെങ്കിലോ ഷീ വോണ്ട് സേ സോ? അവളങ്ങനെ പറയില്ല. ഷീ വോണ്ട് സേ സോ? അവളങ്ങനെ പറയില്ല. ഐ ഷാൻഡ് ഡു ദാറ്റ്? ഞാനത് ചെയ്യില്ല. ഐ ഷാൾ ഡു ദാറ്റ്, ഞാനത് ചെയ്യാം. നെഗറ്റീവ് ആകുമ്പോൾ ഐ ഷാൻഡ് ഡു ദാറ്റ്, ഞാനത് ചെയ്യില്ല. യു വോണ്ട് വിൻ? നീ ജയിക്കൂലടാ, നീ പാസ്സാവില്ല, നീ വിജയിക്കില്ല. യു വിൽ വിൻ? നീ ജയിക്കും. ഇത് നെഗറ്റീവായപ്പോൾ യു വോണ്ട് വിൻ, നീ ജയിക്കില്ല.
ഷാൾ ഐ കം ടുമാറോ? ഞാൻ നാളെ വരണോ? വിൽ യു ഗോ ടുഡേ? നീ ഇന്ന് പോകുമോ? ഐ ഷാൽ ഗിവ് യു ദാറ്റ്. നിനക്ക് ഞാനത് തരാം. ഹീ വിൽ ഡു ദാറ്റ്. അവനത് ചെയ്യും. ഷീ വിൽ സേ സോ. അവളങ്ങനെ പറയും. ഐ ഷാൻഡ് ഡു ദാറ്റ്. ഞാനത് ചെയ്യില്ല. യു വോണ്ട് വിൻ. നീ വിജയിക്കില്ല. ആജ്ഞാപിക്കാൻ, അതായത് ഷുഡ്, നമുക്കങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് കാണിക്കാനാണ് ഷുഡ് ഉപയോഗിക്കുന്നത്. ഐ ഷുഡ് ലിവ്. എനിക്കും ജീവിക്കണം. ഐ ഷുഡ് ലിവ്. എനിക്കും ജീവിക്കണം. ഐ ഷുഡ് വിൻ. എനിക്കും ജയിക്കണം. ഐ ഷുഡ് സ്റ്റഡി. എനിക്കും പഠിക്കണം. അപ്പോൾ ഐ ഷുഡ് ലിവ്. എനിക്കും ജീവിക്കണം. ഷീ ഷുഡ് ഗെറ്റ് ബ്ലഡ് ടുഡേ. അവൾക്ക് ഇന്ന് തന്നെ ബ്ലഡ് ആവശ്യമുണ്ട്. ഷീ ഷുഡ് ഗെറ്റ് ബ്ലഡ് ടുഡേ. അപ്പോൾ ആശുപത്രിക്ക് എടുക്കായിരിക്കും അത്യാവശ്യം ബ്ലഡ് അല്ലേ? ഷീ ഷുഡ് ഗെറ്റ് ബ്ലഡ് ടുഡേ. അവൾക്ക് ഇന്ന് തന്നെ രക്തം ലഭിക്കണം. ഹീ ഷുഡ് മീറ്റ് ഹെർ. അവൻ അവളെ കണ്ടേ പറ്റൂ. ഹീ ഷുഡ് മീറ്റ് ഹെർ. അവൻ അവളെ കണ്ടേ പറ്റൂ. യു ഷുഡ് ബ്രിങ് ഹിം അറ്റ് എനി കോസ്റ്റ്. എന്ത് വില കൊടുത്തും നീ അവനെ കൊണ്ടുവരണം. യു ഷുഡ് ബ്രിങ് ഹിം അറ്റ് എനി കോസ്റ്റ്. എന്ത് വില കൊടുത്തും നീ അവനെ കൊണ്ടുവരണം. യു ഷുഡ് ടെൽ ദ ട്രൂത്ത്. നീ സത്യം പറയണം. യു ഷുഡ് ടെൽ ദ ട്രൂത്ത്. നീ സത്യം പറയണം. ഐ ഷുഡ് ലിവ്. എനിക്കും ജീവിക്കണം. ഷീ ഷുഡ് ഗെറ്റ് ബ്ലഡ് ടുഡേ. അവൾക്ക് ഇന്ന് രക്തം കിട്ടിയേ പറ്റൂ. ഹീ ഷുഡ് മീറ്റ് ഹെർ. അവൻ അവളെ കണ്ടേ പറ്റൂ. യു ഷുഡ് ബ്രിങ് ഹിം അറ്റ് എനി കോസ്റ്റ്. നീ എന്ത് വില കൊടുത്തും അവനെ കൊണ്ടുവരണം. യു ഷുഡ് ടെൽ ദ ട്രൂത്ത്. നീ സത്യം പറയണം. നീ സത്യം പറയണം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരിക. അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ കൂടുതൽ വിവരണങ്ങളുമായി വരുന്നവരെ ബായ്.